പൂക്കോട് വെറ്ററി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുമെന്നറിയുന്നു. ഗൂഢാലോചന നടന്നു എന്നതിന് വ്യക്തമായ തെളിവ് ലഭിച്ചുവെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. മർദ്ദനത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളുമായി പൂക്കോട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, പോലീസിന്റെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതായത് ഈ മരണം നടന്ന് 19-ാം തീയതി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിൽ പ്രാഥമികമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെയാണ് 20-ാം തീയതി യൂണിവേഴ്സിറ്റിക്ക് റാഗിങ്ങുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കത്ത് നൽകുന്നത്. ആ കത്തിന്റെ തുടർച്ചയായി ലഭിച്ച പേരുകൾ സഹിതം പോലീസ് സംഘം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൽപ്പറ്റ DYSP സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി ഈ വീട്ടിലെത്തി, അതായത് സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയ ശേഷം അവരുടെ വിശദമായ രീതിയിലുള്ള മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി അവിടെ നിന്നും നേരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള അത്തരം നീക്കങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചതാണ്. എന്തായാലും പോലീസ് അന്വേഷണം കൃത്യമാണ്. ഈ അന്വേഷണ വഴിയിലാണ് ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മർദ്ദനം, തടഞ്ഞുവെക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 18 പ്രതികളും പിടിയിലായി. ഈ പിടിയിലായ സാഹചര്യത്തിലാണ് ഇതിന് പിന്നിൽ വ്യക്തമായ രീതിയിലുള്ള ആസൂത്രണം ഉണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച്. അതായത് കൃത്യമായ ആസൂത്രണം എന്ന് പറയുന്നത് ഈ വീട്ടിലേക്ക് പോയ 15-ാം തീയതി വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ ഇവിടേക്ക് മടക്കി വിളിക്കുന്നതിന് പിന്നിൽ ആസൂത്രണമുണ്ട്. അതിനുശേഷം പലയിടങ്ങളിലായി മർദ്ദിക്കുന്നതിന് പിന്നിൽ ആസൂത്രണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ വിശദാംശങ്ങളടക്കം പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇത്തരത്തിലുണ്ടായതെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ചാർട്ട് പോലീസിനുണ്ട്. അതനുസരിച്ചാണ് പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്താനുള്ള നീക്കം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചില ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഈ എറണാകുളത്ത് നിന്ന് മടങ്ങിയെത്തിയ സിദ്ധാർത്ഥൻ 16-ന് പകൽ ഹോസ്റ്റലിലേക്കാണ് തങ്ങുന്നത്. ആ ഹോസ്റ്റലിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം അവിടെ സ്പോർട്സ് ഡേ നടക്കുകയായിരുന്നു. രാത്രി 9 മണിയോടെ സിദ്ധാർത്ഥനെ കോമ്പൗണ്ടിന്റെ അടുത്തുള്ള കുന്നിലേക്ക് കൊണ്ടുപോയി. ഇവിടേക്ക് ഓരോ വിദ്യാർത്ഥികളായി എത്തി. ഈ ഹോസ്റ്റലിലെത്തിയ ഡാനിഷും രഹാൻ ബിനോയും അൽത്താഫും ചേർന്നാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. ഇവരെല്ലാം തന്നെ സഹപാഠികളാണ്. ഇവിടെ കാശിനാഥൻ എന്നു പേരുള്ള പ്രധാന പ്രതി, അതായത് ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് കാശിനാഥൻ, അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഈ സഹപാഠിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ തുടങ്ങി. 1 മണിക്കൂറോളം അവിടെ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ മർദ്ദനവും നടന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം സിദ്ധാർത്ഥനെ ഹോസ്റ്റലിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ട SFI യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഇസഹാനാണ് എന്നുള്ളതാണ് വിവരം. ഹോസ്റ്റലിലെ 21-ാം നമ്പർ റൂമിലെത്തിച്ച് ചോദ്യം ചെയ്യലും മർദ്ദനവും തുടരുകയാണ്. ഇവിടെ വെച്ചാണ് ഈ ഗ്ലൂഗൺ വയർ ഉപയോഗിച്ചുകൊണ്ട് സിൻജോ ജോൺസൺ നിരവധി തവണ ഗ്ലൂഗൺ ഉപയോഗിച്ചുകൊണ്ട്, അതായത് പശ ഒട്ടിക്കുന്ന ആ ഒരു ഗണ്ണാണ്, ഇലക്ട്രിക് അതിന്റെ വയർ വെച്ചുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥനെ അടിക്കുന്നത്. അത് തുടർച്ചയായ ഓരോ ചോദ്യത്തിനും ഓരോ അടി എന്നുള്ള നിലയിൽ അങ്ങനെ അടിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുന്നത്. ഹോസ്റ്റലിലെ ഈ മുറിയിൽ വെച്ച് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. അതിനുശേഷം ബെൽറ്റും വയറും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് 1.5 മണിക്കൂറോളം അവിടെ മർദ്ദനം തുടർന്നു. ഇതിനുശേഷം സിദ്ധാർത്ഥനെ അടിവസ്ത്രം ധരിച്ച നിലയിൽ ഹോസ്റ്റലിന്റെ നടുത്തളത്തിലെത്തിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുലർച്ചെ 1:45 വരെയാണ് ഈ മർദ്ദനം നീണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല ആ സമയത്തെല്ലാം തന്നെ വിദ്യാർത്ഥികൾ, ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ പോലും കഥക് തട്ടി വിളിച്ചത് കാണാൻ വിളിച്ചു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. എന്നാൽ ഒരു കുട്ടി പോലും ഇത് പറയാൻ തയ്യാറായില്ല. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥി ഉണ്ട് അവിടെ, കട എന്ന് പേരുള്ള അഖിൽ എന്ന വിദ്യാർത്ഥി. അദ്ദേഹം 1:45 അവിടേക്ക് എത്തുന്നത്. അതായത് ഡോർമെട്രിക്ക് സമീപം 1:45 വരെ മർദ്ദനം നീണ്ടു. പിന്നീട് ഒരു 15 മിനിറ്റോളം മർദ്ദനം ഡോർമെട്രിക്ക് സമീപമാണ് ഉണ്ടായത്. അവിടേക്ക് ഈ കട എന്ന അഖിൽ എത്തിയ ശേഷം ഈ നേരെ വന്ന വഴി സിദ്ധാർത്ഥനെ ഒറ്റയടി അടിച്ചു. അതിനുശേഷം ആളുകളോട് എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. ഇതിനുശേഷം ഈ വിദ്യാർത്ഥിയെ ശ്രദ്ധിക്കണമെന്ന് സഹപാഠികൾക്ക് നിർദ്ദേശം നൽകിയാണ് ഇയാൾ അവിടെ നിന്നും പോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് ക്രൂരമായ തരത്തിലുള്ള ഭീഷണിയും മർദ്ദനവും അപമാനിക്കലും എല്ലാം തന്നെ ഇതിന് ഭാഗമായി എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. 21-ാം നമ്പർ മുറി, ആ മുറിയിൽ SFIയുടെ രക്തസാക്ഷിയായി അറിയപ്പെടുന്ന KV സുധീഷിന്റെ ചിത്രമുണ്ട്. ഒപ്പം തന്നെ SFIയുടെ കൊടി ഒരു ഭാഗത്തുണ്ട്. അത്തരത്തിൽ SFIയെ സംബന്ധിച്ചൊരു വൈകാരികമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ആ മുറിയിൽ വെച്ച്, അതിന് താഴെ വെച്ചാണ് ഈ സിദ്ധാർത്ഥനെ ക്രൂരമായ രീതിയിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മർദ്ദിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. എന്തായാലും അത് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പോലും ഇത്തരത്തിൽ മർദ്ദനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് SKN. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. ഇനി 120B. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.